രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഭുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാജാഗവന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ധ്രുവരനെ പിതൃധീതര പവരോസ്തു തുംഗരൂപനായി ദൃഷ്ട്വാ വരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതൊരിനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ഉടലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ശ്രദ്ധവാക്യം കേട്ട് മർക്കടൗഘം പരിസ്ത്രസ്ഥരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ. അദ്രേന്ദ്രതുല്യനായോരു വൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുക മാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാലവരെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നത് എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടാവനവയുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട് സമ്പദായും ആനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയുഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങ് വരുവിൻ ഭയപ്പെടായതുമേ. കുംഭർഗോൻ പൗത്രനു അമ്പോളത് കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാ മാറു ചെന്നും ഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും. നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാത്മയാ പുരാ വിട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും. ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞക്ഷോണീപുത്രി മുറയിട്ടത് കേട്ട് തൽക്ഷണം ചെന്ന് തടുത്ത് യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോട് ജടായുധം. പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീരലേ. കർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴുന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിക്കാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർത്ഥകുലോത്മഭവാനാകിയ രാമനും
സഖജനാജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിരു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനമരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയിച്ചിത് ലക്ഷ്യം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെന്നുമേ. 30 നാളിനകത്ത് ചെന്നീടിനാകിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമൾ പോക്കോവാസരം പോയതുമേതുമറിഞ്ഞീല ഞങ്ങളത് കൊണ്ട് ഗർഭവിരിച്ചു കിടന്ന് മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൻ. ഏതാനുമുണ്ടവി അറിഞ്ഞിട്ട് നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. കാരേയ വാക്കുകൾ കേട്ട് സമ്പാദിയുമാരൂഢമാദമായ അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവൻ എനിക്ക് ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് വിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനി. എന്നുടെ സോദരനായ ഉദകട്രിയത്തെ എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോ. നിങ്ങൾ ചെയ്യിപ്പിന് ഉദകകർമാദികൾ നിങ്ങൾക്കു സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും തീരത്തു വെച്ചീടിനാരാതരാൽ കൽസലിയിലെ കുളിച്ചഞ്ജലിയും നൽകി വസനാംബ്രാ അതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുന്നിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം